ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ഞങ്ങളുടെ ദിവ്യഭാഗവതം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് 13-ാമത്തെ അധ്യായത്തിലെ 48-ാമത്തെ ശ്ലോകം മുതൽക്കാണ് ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത്. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. തപ്തകാഞ്ചനഗൗരാംഗീം രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വൃന്ദായൈ തുളസീദേവ്യായൈ പ്രിയായൈ കേശവസ്യ ച കൃഷ്ണഭക്തിപ്രദേ ദേവ്യൈ സത്യവത്यै നമോ നമഃ. വന്ദേഹം ശ്രീഗുരോः ശ്രീയുതപദകമലം ശ്രീഗുരൂन् വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. 48-ാമത്തെ ശ്ലോകമാണ് ആരംഭിക്കുന്നത്. തദിദം ഭഗവാൻ രാജന്നേക ആത്മാത്മനാം സദൃക് അന്തരോനന്തരോ ഭാതി പശ്യതം മായയോരുധ. അതായത് ഭഗവാൻ തദ് ഇദം ഭഗവാൻ രാജൻ ഏക ആത്മാത്മനാം സ്വദൃക് അന്തരഃ അനന്തരഃ ഭാതി പശ്യ തം മായയാ ഉരുധ. അതായത് ഭഗവാൻ ഏകനാണ്, എന്നാൽ വ്യത്യസ്തമായ ശക്തികളിൽ കൂടെ ഭഗവാൻ പ്രത്യക്ഷനാവുന്നു. ഭഗവാൻ അന്തരംഗവും ബഹിരംഗവും അതായത് നമ്മൾ ഉള്ളിൽ ഭഗവാനുണ്ട്, ബഹിരംഗനും പുറമേയും ഭഗവാനുണ്ട്. അപ്പോൾ ഭഗവാന്റെ ഇത് അന്തരംഗ ശക്തിയും ബഹിരംഗ ശക്തിയും, അപ്പോൾ അതെല്ലാം ശ്രീകൃഷ്ണ ഭഗവാൻ സാന്നിധ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങ് ആ ഭഗവാനിൽ മാത്രം അങ്ങ് പല രൂപത്തിൽ ഭഗവാൻ സാന്നിധ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭഗവാന്റെ ആ രൂപത്തിലേക്ക്, ഭഗവാൻ ദിവ്യമായിട്ടുള്ള ആ ഭഗവാനിലേക്ക് മാത്രം അങ്ങ് ശ്രദ്ധ കേന്ദ്രീകരിക്കൂ എന്ന് നാരദ മഹർഷി പറയുന്നു. ഭഗവാന്റെ അന്തരംഗ ശക്തിയും ബഹിരംഗ ശക്തിയുടെയും ആവിഷ്കാരങ്ങളുണ്ട്. ഇതെല്ലാം ആന്തരികവും ബാഹ്യവുമായ അസംഖ്യം ജീവാത്മാക്കളുണ്ട് എന്നാണ്. ആത്മീയമായിട്ടുള്ള ലോകം ഭഗവാന്റെ അന്തരംഗ ശക്തിയാലാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഈ ഭൗതിക ലോകം ബഹിരംഗ എക്സ്റ്റേണൽ എനർജി, അതായത് ബഹിരംഗ ശക്തിയാലാണ് അത് പ്രത്യക്ഷപ്പെടുന്നത്, അത് നമ്മൾക്ക് ആവിഷ്കരിക്കപ്പെടുന്നത് എന്നാണ്. അതുകൊണ്ട് അങ്ങ് സന്തോഷം, ഭൗതിക ലോകത്തിൽ സന്തോഷം, സന്താപം എന്നുള്ള അങ്ങനെ ആ അവസ്ഥകളിൽ കൂടെ പോകുന്ന സമയത്ത് അങ്ങ് ഒരിക്കലും ക്ഷുബ്ധനായിട്ട്, ഒരു വിവേകഹീനായിട്ടോ ക്ഷുബ്ധനായിട്ടോ അങ്ങ് പ്രക്ഷുബ്ധനായിട്ട് അങ്ങ് മാറരുത് എന്നാണ്. ഇപ്പോൾ രാത്രി വന്നു കഴിഞ്ഞാൽ പകലുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. പകൽ വന്നാൽ രാത്രി ഉണ്ടാവും. സുഖത്തിന് പിന്നാലെ ദുഃഖം ഉണ്ടാവും, ദുഃഖത്തിന് പിന്നാലെ സുഖവും ഉണ്ടാവും. അപ്പോൾ ഒരു ദുഃഖം വന്നു കഴിഞ്ഞാൽ അടുത്തത് സുഖം വരാം. ഇതാണ് ജീവിതം എന്നുള്ള ആ ഒരു അവസ്ഥയിൽ, ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് അങ്ങ് ദുഃഖിക്കാതെ, പെട്ടെന്ന് വല്ലാതെ അങ്ങ് ദുഃഖിക്കാതിരുന്നു കൊണ്ട് എന്താണോ ഇനി ചെയ്യാനുള്ള കാര്യങ്ങൾ എന്നുള്ളതിനെക്കുറിച്ച് അങ്ങ് ആലോചിച്ച് തീരുമാനിച്ച് പ്രവർത്തിക്കൂ എന്നാണ്. കാരണം എന്താണ്? ഇനി അങ്ങയ്ക്ക് അധികം സമയമില്ല. നാരദ മഹർഷി പറയണ സമയം ആർക്കും പിടിച്ചു നിർത്താൻ പറ്റാത്തതാണ്. വിലപിച്ചുകൊണ്ടിരുന്നാൽ
നാരദ മഹർഷി നമ്മളോട് ഇതൊക്കെ തന്നെയാണ് പറയണത്. അതായത് നമ്മളുടെ അവസ്ഥകളെക്കുറിച്ച് ഓർത്ത് വിലപിച്ചു കൊണ്ടിരിക്കുന്നതിന് പകരം എത്ര സമയമാണ് വെറുതെ കളയണത്? ഇങ്ങനെ വിലപിച്ചു കൊണ്ടിരിക്കുന്നതിന് പകരം ആ സമയത്ത് ഭഗവാനെ ആശ്രയിക്കുക, ഭഗവാനെ സ്മരിക്കുക, ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാന്റെ ക്ഷേത്രങ്ങളിൽ പോവുക. അപ്പം നമ്മളുടെ വിലാപങ്ങൾക്കൊക്കെ വിരാമമായിട്ടത് മാറും എന്ന് ഒരു സൂചന ഈ ആശയങ്ങളിൽ കൂടെ നമ്മൾക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഭഗവാൻ എന്ത് മഹത് ദൗത്യത്തിന് ഭഗവാൻ അവതരിച്ചത് ഒരു ഉദ്ദേശം വിചാരിച്ചാണ്. ആ ദൗത്യം എല്ലാം പിന്നെ നിങ്ങളിവിടെ ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് നിങ്ങളിവിടെ വന്നത്. അപ്പോൾ എന്താണോ ഭഗവാൻ തന്നിട്ടുള്ള ദൗത്യം അത് നിർവഹിക്കേണ്ടത് നിങ്ങളുടെയും കൂടി കടമയാണ് എന്ന് നാരദ മഹർഷി യുധിഷ്ഠിര മഹാരാജാവിനെ ഉപദേശിച്ചു എന്നാണ്. അത് അനുസരിക്കുക എന്ന് മാത്രമാണ് യുധിഷ്ഠിരൻ്റെ മുഖ്യമായിട്ടുള്ള ധർമ്മം എന്നും നാരദ മഹർഷി യുധിഷ്ഠിരനെ ധർമ്മപുത്ര മഹാരാജാവിനെ ഉപദേശിക്കുന്നു. സോയമദ്യ മഹാരാജ ഭഗവാൻ ഭൂതഭാവന കാലപരൂപോവതീർണോ സമഭവായ സുരദ്വേഷാം സഹ അയം അദ്യ മഹാരാജ ഭഗവാൻ ഭൂതഭാവന കാലരൂപ അവതീർണ അസ്യാം അഭവായ സുരദ്വേഷാം. ഭഗവാൻ ഈ ലോകത്തിൽ അവതരിച്ചു എന്താണ്? അസൂയക്കളായിട്ടുള്ളവരെ ഉന്മൂലനം ചെയ്യാനായിട്ട്. പിന്നെ കാലത്തിൻ്റെ രൂപത്തിൽ സർവ്വതം വിഴുങ്ങുന്ന കാലത്തിൻ്റെ രൂപമായിട്ട് ഭഗവാൻ ഇപ്പോൾ ഭൂമിയിൽ അവതരിച്ചിട്ടുണ്ട്, കാലത്തിൻ്റെ രൂപത്തിൽ അവതരിച്ചിട്ടുണ്ട് എന്നാണ്. അതായത് ഏകദേശം എല്ലാം അവസാനിക്കാറായി എന്നാണ് നാരദ മഹർഷി ഇവിടെ പരോക്ഷമായിട്ട് പറയുന്നത് എന്നാണ്. ഈ രണ്ട് വിധത്തിൽ അവരുണ്ട് ലോകത്ത്. അസൂയാലുക്കളായിട്ടുള്ളവരുണ്ട്, അനുസരണമുള്ളവരും ഉണ്ട് എന്നാണ്. അപ്പോൾ ഭഗവാൻ എല്ലാ ചരാചരങ്ങളുടെ ഒക്കെ പിതാവായതുകൊണ്ട് അസൂയാലുക്കളായിട്ടുള്ളവരും അതേപോലെ അങ്ങനെ ഭഗവാൻ അനുസരണയുള്ളവരെയും രണ്ടിനെയും രക്ഷിക്കേണ്ട ചുമതലയും ഭഗവാനുണ്ട് എന്നാണ്. അപ്പം അങ്ങനെ ഭഗവാൻ ഭൗതികമായിട്ടുള്ള ആ അവസ്ഥയിൽ ഒരു ദോഷം സംഭവിക്കാതെ അതിലെ മാലിന്യങ്ങൾ ഇല്ലാതെ ഉള്ള ആളുകളെയാണ് ദേവന്മാർ എന്ന് പറയുന്നത്. പിന്നെ അവനവൻ്റെ അസ്തിത്വത്തെ പോലും നിരാകരിക്കുന്നവരാണ് അസുരന്മാരായിട്ടുള്ളവർ എന്നാണ്. ദേവന്മാരെപ്പോഴും ഭഗവാനെ ആശ്രയിച്ച് നിൽക്കുന്നു. അസുരന്മാർ സ്വന്തം നിലയ്ക്ക് തൻ്റെ സ്വന്തം പ്രഭാവത്തിനെ പ്രദർശിപ്പിക്കാനായിട്ട് ഭഗവാന്റെ അസ്തിത്വത്തെ നിരാകരിക്കുന്ന അവസ്ഥയിൽ വന്നു ചേരുന്നു എന്നാണ്. പാണ്ഡവന്മാരെ പോലെയുള്ള അതാണ് അസുരന്മാർ പ്രബലമാകുന്ന സമയത്ത് അവരുടെ പ്രാബല്യത്തെ ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് ഇല്ലാതെയാക്കും. അപ്പോൾ അസുരന്മാരെ സമൂലം നശിപ്പിച്ച് പാണ്ഡവന്മാരെ പോലുള്ളവരെ സൽഭരണം നടപ്പിൽ വരുത്തുന്നു ഭഗവാൻ എന്നാണ്. ഇത് കാലത്തിൻ്റെ രൂപത്തിലാണ് ഭഗവാൻ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും നാരദ മഹർഷി പറയുന്നു. നിഷ്പാദിതം ദേവകൃത്യം അവശേഷം പ്രതീക്ഷതേ താവൽ യൂയം അപേക്ഷത്വം ഭവേത് യാവതിഹേശ്വര. നിഷ്പാദിതം ദേവകൃത്യം അവശേഷം പ്രതീക്ഷതേ താവത് യൂയം അപേക്ഷത്വം ഭവേത് യാവതിഹേശ്വരാം. അതായത് ദേവന്മാരെ സഹായിക്കാനായിട്ട് ഭഗവാൻ അദ്ദേഹത്തിൻ്റെ കർത്തവ്യങ്ങളെല്ലാം ഭഗവാൻ നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഭഗവാൻ അവശേഷിക്കുന്നവ ഇനി എന്താ അവശേഷം പ്രതീക്ഷതേ, അതായത് അപ്പോൾ ഭഗവാനിവിടെ ഇനി ഭഗവാനിവിടെ ഉള്ളിടത്തോളം കാലം പാണ്ഡവന്മാർ ഭൂമിയിൽ ഉണ്ടാവണമെന്ന് ഭഗവാൻ വിചാരിക്കുന്നു. അപ്പോൾ അതുവരെ നിങ്ങൾ കാത്തിരിക്കാൻ നിങ്ങൾ തയ്യാറാവേണ്ടതാണ് എന്നാണ് നാരദ മഹർഷി പറയുന്നത്. ഭഗവാൻ തൻ്റെ ഉദ്ദേശങ്ങളെല്ലാം സാധിച്ചിട്ടുണ്ട് എന്ന്. ഒന്ന് മാത്രം നാരദ മഹർഷി പറഞ്ഞില്ല, അതായത് ഒരു സൂചന കൊടുത്തു. ഭഗവാൻ കൃത്യങ്ങളെല്ലാം ദേവന്മാരുടെ ഇച്ഛയ്ക്കനുസരിച്ച്, ബ്രഹ്മാവിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഭഗവാൻ അവതരിച്ച കാര്യങ്ങളെല്ലാം ഭഗവാൻ ഇവിടെ വേണ്ട വിധത്തിൽ ചെയ്ത് അവസാനിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് ധർമ്മം വേണ്ട വിധത്തിൽ പുനഃസ്ഥാപിച്ചിട്ടുണ്ട് ഭഗവാൻ. ഇനി ഭഗവാൻ അവശേഷം പ്രതീക്ഷ എന്നാണ് ഭഗവാന്റെ ആ കുലത്തിന് കൂടി നശിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അവശേഷം എന്ന് പറഞ്ഞാൽ എന്താണ്? 10,000 ആനകളുടെ ബലമാണ് ഓരോ യാദവനും.
3,88,00,000 അധ്യാപകരാണ് അവിടെ ചെറിയ കുട്ടികളെ പഠിപ്പിക്കാൻ ദ്വാരകയിലെന്ന് പറയുമ്പോൾ വലിയ സംഖ്യ എത്ര ഉണ്ടാവും അതിൻ്റെ? മറ്റുള്ളവരെ എത്ര എല്ലാം കൂടി കണക്കാക്കുമ്പോൾ എത്ര ഉണ്ടാവും? എണ്ണി കണക്കാക്കാൻ സാധിക്കില്ല എന്നാണ്. അങ്ങനെയുള്ള ആ ഒരു വലിയ എണ്ണിയാലൊടുങ്ങാത്ത ജനസംഖ്യ, 10,000 ആനകളുടെ ബലം ഓരോരുത്തർക്കും, അവർ ഭൂമിക്ക് ഭാരമായിട്ട് മാറും. കണ്ടകേനൈവ അസയം ചാപേക്ഷിതു പ്രഭു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കാലിലെ മുള്ള് തട്ടിക്കഴിഞ്ഞാൽ ആ മുള്ളെടുക്കാൻ മറ്റൊരു മുള്ള് ഉപയോഗിക്കാറുണ്ട്. എന്നിട്ട് 2 മുള്ളും കൂടി ഒന്നിച്ച് വലിച്ചെറിയാറുണ്ട്. ഇതേപോലെ ഭഗവാൻ യാദവന്മാർ ഭൂമിയിൽ വരട്ടെ എന്ന് ഭഗവാൻ സങ്കല്പിച്ചു, നിശ്ചയിച്ചു. അവർ ഭൂമിയിൽ വന്നു. ഇനി അവർ ഭൂമിയുടെ ഭാരം നശിപ്പിക്കാൻ ഭഗവാനോട് കൂടെ വേണ്ട വിധത്തിൽ പ്രവർത്തിച്ചു. ഇനി അവർ തിരിച്ചയക്കേണ്ടതായിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഭഗവാൻ അത് ചെയ്ത് ഇനി അധികം താമസിക്കാതെ ഇതൊക്കെ സംഭവിക്കുമെന്ന് നാരദ മഹർഷി ഒരു സൂചന കൊടുക്കുന്നു എന്നാണ്. ഭഗവാൻ പ്രയാണം ചെയ്യുന്നത് വരെയും നിങ്ങൾ കാത്തിരിക്കണം എന്ന് നാരദ മഹർഷി പരോക്ഷമായിട്ട് ഇവിടെ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ധൃതരാഷ്ട്രക്ക് എന്ത് സംഭവിച്ചു എന്നാണ് നാരദ മഹർഷി ഇവിടെ പറയുന്നത്. ധൃതരാഷ്ട്ര സഹഭ്രാത്ര 51-ാമത്തെ ശ്ലോകം. ഗാന്ധാരാജസ്വഭാര്യയ ദക്ഷിണേന ഹിമവത ഋഷീണാമാശ്രമം ഗത. ധൃതരാഷ്ട്രര്, ഗാന്ധാരി, വിതുരൻ ഇവർ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഹിമാലയ പർവ്വതത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ടുള്ള മഹർഷിമാരുടെ ആശ്രമത്തിൽ ഇപ്പോൾ കഴിയുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദുഃഖിച്ചിരിക്കുന്ന യുധിഷ്ഠിരനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നാരദ മഹർഷി തത്വശാസ്ത്രത്തിന് അനുസരിച്ച് നാരദ മഹർഷി സംസാരിച്ചു. അതിൻ്റെ ശേഷം തൻ്റെ ദിവ്യദൃഷ്ടി കൊണ്ട് ധൃതരാഷ്ട്രർ എന്തായിത്തീരും, എന്താണ് ധൃതരാഷ്ട്രയുടെ അവസ്ഥ, ഭാവി എന്താണ് എന്നും നാരദ മഹർഷി വിശദീകരിക്കുന്നു ഇവിടെ. അപ്പോൾ ഹിമാലയ പർവ്വതത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് മഹർഷിമാരുടെ ആശ്രമത്തിൽ ധൃതരാഷ്ട്രർ വിതുരനോടും ഗാന്ധാരിയോടും കൂടിയിട്ട് കഴിയുന്നുണ്ട് എന്ന് പറയുകയാണ്. എവിടെയാണ് ആ സ്ഥലത്തിൻ്റെ വളരെ വ്യക്തമായിട്ടത് പറയുന്നു. 52-ാമത്തെ ശ്ലോകത്തിൽ സ്രോതോഭി സപ്തഭിര്യാവൈ സ്വർധുനി സപ്തധാവ്യതാൽ സപ്താനാം പ്രീതയേ നാനാ സപ്തസ്രോത പ്രചക്ഷതേ. അതായത് സ്രോതോഭി സപ്തഭി യാഹ വൈ സ്വർധുനി സപ്തധാ വ്യഥാൽ സപ്താനാം പ്രീതയേ നാനാ സപ്തസ്രോത പ്രചക്ഷതേ. പുണ്യനദിയായിട്ടുള്ള ഗംഗ ഇത് സപ്തർഷിമാർക്ക് വേണ്ടി 7 ഭാഗങ്ങളായി തിരിഞ്ഞൊഴുകിയിട്ടുണ്ട്. അതിന് സപ്തസ്രോതസ് എന്നവിടെ പറയുന്നു. ഋഷിമാരുടെ സംതൃപ്തിക്കായിട്ടാണ് ഈ ഗംഗ 7 വിഭാഗങ്ങളായിട്ട് ഒഴുകിയിട്ടുള്ളത് എന്നാണ് നാരദ മഹർഷി പറയുന്നത്. അവിടെ 53-ാമത്തെ ശ്ലോകം. സ്നാത്വാനുസവനം തസ്മിൻ ഹുത്വാജാഗ്നിൻ യഥാവിധി അഭക്ഷ ഉപശാന്താത്മാ സ ആസ്തേ വിഗതൈഷണ. സ്നാത്വാ അനുസവനം തസ്മിൻ ഹുത്വാ ച അഗ്നിൻ യഥാവിധി അഭക്ഷ ഉപശാന്ത ആത്മാ സ ആസ്തേ വിഗത ഏഷണ. അതായത് നിത്യവും 3 നേരം ഈ സപ്തസ്രോതസ്സിൽ സ്നാനം ചെയ്യും. എന്നിട്ട് അഷ്ടാംഗയോഗ അനുഷ്ഠിച്ചുകൊണ്ട് അഗ്നിഹോത്ര യജ്ഞം അനുഷ്ഠിച്ചുകൊണ്ട് ജലം മാത്രം പാനം ചെയ്തു. അഭക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? ജലം മാത്രം കഴിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ അവിടെ ജീവിക്കുന്നു എന്നാണ്. ഇത് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിച്ച് കുടുംബക്ഷേമപരമായിട്ടുള്ള എല്ലാ ചിന്തകളിൽ നിന്നും അദ്ദേഹം സ്വതന്ത്രനായിട്ട് നിൽക്കുന്നു. എന്താണ് ഈ ജലവും ജലം ഭഗവാൻ 3 നേരം സ്നാനം ചെയ്യുക, അതേപോലെ തന്നെ അഗ്നിഹോത്രം അനുഷ്ഠിക്കുക, ജലം മാത്രം ആഹാരമായിട്ട് കഴിക്കുക. അങ്ങനെ ആ സമയത്ത് മനസ്സിനെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള ഉപായമായിട്ടാണ് ഈ ഒരു വ്രതങ്ങളെ, ഈ ജീവിതത്തിലെ ചിട്ടകളെ കുറിച്ചിട്ട് പറയുന്നത് എന്നാണ്.
പിന്നെ അഷ്ടാംഗയോഗം എന്ന് പറഞ്ഞാൽ യമ നിയമ ആസന പ്രത്യാഹാരം മുതലായിട്ടുള്ള ആ മാർഗങ്ങളെ ആണ് ഇതിന് ഈ ഒരു അഷ്ടാംഗ യോഗം എന്ന് പറയുന്നത്. അഷ്ടാംഗ യോഗ പ്രക്രിയ പരമാത്മാവിലേക്ക് ജീവനെ എത്തിക്കാൻ വളരെയധികം സഹായിക്കുന്നു എന്നാണ്. അപ്പോൾ ധൃതരാഷ്ട്രക്ക് വന്നു ചേർന്ന, അതായത് വിതുരൻ്റെ ആ ഒരു ഉപദേശവും പിന്നെ ഗംഗാനദിയുടെ സാന്നിധ്യവും പവിത്രമായ സ്ഥലത്ത് ധൃതരാഷ്ട്രം എത്തിച്ചേർന്നതും അവിടെ ധൃതരാഷ്ട്രക്കുണ്ടായിട്ട് ആത്മീയമായ പുരോഗതിയെക്കുറിച്ചിട്ടും മുഴുവൻ നാരദ മഹർഷി ഈ യുധിഷ്ഠിര മഹാരാജാവിനോട് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഭോഗി ആയിട്ടുള്ള ആൾ യോഗിയായിട്ട് മാറിയിട്ടുള്ള ചിത്രം അതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാണ്. അപ്പോൾ അവനവന് ഇഷ്ടം പോലെ തോന്നുന്നത് പോലെ ഭക്ഷണം കഴിക്കുക, തോന്നുന്നത് പോലെ കിടന്നുറങ്ങുക, തോന്നുന്നത് പോലെ ജീവിക്കുക എന്നുള്ള ആൾ യോഗിയല്ല, ഭോഗിയാണ്. ഭോഗിയുടെ അവസ്ഥയിൽ നിന്നും യോഗിയുടെ അവസ്ഥയിലേക്ക് ഓരോരുത്തരും മാറേണ്ടതാണ് എന്നാണ്. എന്നിട്ടോ ശ്രീഹരി ഭഗവാന്റെ ചിന്തയിൽ മനസ്സ് ലയിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ ഭോഗി യോഗിയായിട്ട് മാറും എന്നാണ്. നമ്മൾ വളരെ ശ്രദ്ധാപൂർവം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, ജീവിക്കേണ്ടതാണ് എന്ന് ഇവിടെ ചില പ്രഭാതർ തൻ്റെ വ്യാഖ്യാനത്തിൽ പറയുന്നു. ജിതാസനോ ജിതശ്വാസ പ്രത്യാഹൃത ഷഡിന്ദ്രിയ ഹരിഭാവനയ ധ്വസ്തരജസ്തത്വതമോമല. ജിതാസനോ ജിതശ്വാസ പ്രത്യാഹൃത ഷഡിന്ദ്രിയ ഹരിഭാവനയ ധ്വസ്തരജസ്തത്വതമോമല. ജിത ആസന ജിതശ്വാസ പ്രത്യാഹൃത ഷഡ് ഇന്ദ്രിയ ഹരിഭാവനയ ധ്വസ്തരജസത്വതമഃ അമലഃ. അതായത് ജിതാസന, ആസനജയം വന്നു. ഒരു സ്ഥലത്ത് എത്ര നേരം വേണമെങ്കിലും ഇരിക്കാൻ, നമ്മൾക്കങ്ങനെ ഇരിക്കാൻ പറ്റില്ല. പല പത്മാസനം, പല തരത്തിലുള്ള ആസനങ്ങളുണ്ട്. അതിലൊന്നും സ്ഥിരമായിട്ടിരിക്കാൻ നമ്മൾക്ക് സാധിക്കില്ല. പക്ഷേ ആ അഷ്ടാംഗ യോഗത്തിൻ്റെ മാർഗത്തിൽ ആസനജയമാണ് ആദ്യം വേണ്ടത് എന്നാണ് പറയുന്നത്. ജിതശ്വാസ, അങ്ങനെ ആസനജയം വന്നു കഴിഞ്ഞാൽ ശ്വാസത്തിനെ നിയന്ത്രിക്കാൻ സാധിക്കും. ഒരു 21,600 ശ്വാസം ഒരു ദിവസമുണ്ട് എന്നാണ് ആചാര്യന്മാർ കണക്കാക്കിയിട്ടുള്ളത്, ശാസ്ത്രങ്ങൾ പറയുന്നത്. അപ്പോൾ എത്ര കണ്ട് ശ്വാസം ഒരു വ്യക്തി എത്ര കണ്ട് ശ്വാസോച്ഛ്വാസം ജീവിതത്തിൽ ചെയ്യണമെന്ന് മുമ്പേ തന്നെ കണക്കാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും ആ സമയം കഴിഞ്ഞാൽ ആ വ്യക്തി ശരീരം ഉപേക്ഷിച്ച് പോകും. അപ്പോൾ ഈ പ്രാണായാമത്തിന് പൂർണ്ണമായിട്ടും വിജയിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ജീവിതത്തിൻ്റെ ആയുസ്സിൻ്റെ ദൈർഘ്യം കൂട്ടാനായിട്ട് സാധിക്കുന്നതാണ്. അതാണ് ഇവിടെ ഹിമാലയത്തിലെ പല സ്ഥലങ്ങളിലൊക്കെ 150, 200, 300, 400 വയസ്സ് വരെയൊക്കെ സന്യാസിമാർ ജീവിച്ചിരിക്കുന്നത്, യോഗികളുണ്ട്, യതികളുണ്ട്, അവർ ജീവിച്ചിരിക്കുന്നത് ഇപ്പോഴും സംഭവിക്കുന്നുണ്ട്. അത് പ്രാണായാമം കൊണ്ടാണ് അവർ ഈ ശ്വാസത്തിൽ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്ര കാലം വേണമെങ്കിൽ അവർക്ക് ജീവിക്കാൻ സാധിക്കും എന്നാണ്. അപ്പോൾ പ്രാണായാമം എന്ന് പറഞ്ഞ വാസ്തവത്തിൽ എന്താണ്? ഈ അഷ്ടാംഗ യോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ധ്യാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ ഭഗവാനെ, അതായത് ശ്രീകൃഷ്ണ ഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളത്. ഭഗവാനെ പ്രീതിപ്പെടുത്താൻ സാധിക്കാത്ത ഒന്നിനെയും യോഗം എന്ന് പറയാൻ നിവൃത്തിയില്ല എന്ന് ആചാര്യന്മാർ പറയാറുണ്ട്. വിജ്ഞാനാത്മനി 55 വിജ്ഞാനാത്മനി സംയോജ്യ ക്ഷേത്രജ്ഞേ പ്രവിലാപ്യതം ബ്രഹ്മണ്യാത്മാനമാധാരേ ഘടാംബരമിവാംബരേ. അതായത് വിജ്ഞാന ആത്മനി സംയോജ്യ ക്ഷേത്രജ്ഞേ പ്രവിലാപ്യ തം ബ്രഹ്മണി ആത്മാനം ആധാരേ ഘടാ അംബരം ഇവ അംബരേ. ധൃതരാഷ്ട്രർ തൻ്റെ ശുദ്ധമായ വ്യക്തിത്വം ഉണ്ടായി ധൃതരാഷ്ട്രർക്ക്. അപ്പോൾ അത് വിവേകവും കൂടി ഒന്നിച്ച് ചേർത്തു എന്നാണ്. അതോടുകൂടെ അദ്ദേഹത്തിന് എന്താണോ പരബ്രഹ്മം എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ ആ പരബ്രഹ്മത്തിന് ആ ജീവനെ വിലയിപ്പിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. എന്നിട്ട് ഈ ഘടാംബരം ഇവാംബരെ, ഒരു കുടത്തിൽ വെള്ളം, അത് ആകാശം, ഘടാകാശം എന്ന് പറയും, അതിനെ
കുടം ഇല്ലാതായി കഴിഞ്ഞാൽ ഇതെന്താണ്? പഞ്ചഭൂതമായിട്ടുള്ള ആകാശത്തിലേക്ക് ലയിക്കും എന്നാണ്. ഘടാകാശം എന്നുള്ളത് ചിതാകാശത്തിലേക്ക് ലയിക്കും. അതേപോലെ അതേ ശരിക്കുള്ള പഞ്ചഭൂതമായിട്ടുള്ള ആകാശത്തിലേക്ക് ലയിക്കും. ഇതേപോലെ ഈ ശരീരമാവുന്ന ബന്ധനത്തിൽ നിന്നും ആത്മീയമായിട്ടുള്ള ലോകത്തിലേക്ക് അദ്ദേഹം സ്വതന്ത്രനായ വിധത്തിൽ അദ്ദേഹം എത്തിച്ചേരും എന്ന് നാരദ മഹർഷി വരാൻ പോകുന്ന കാര്യങ്ങളെല്ലാം പറയുന്നു എന്നാണ്. ധൃതരാഷ്ട്രമായ ഗുണോദർക്കോ നിരുദ്ധകരണാശയ നിർവർത്തിതാഖില ആഹാര ആസ്തേ സ്ഥാണുരിവാചല തസ്യാന്തരായോമ ഇവാഭൂ സന്യസ്താഖില കർമ്മണ. ധസ്തമായ ഗുണോദർക്കോ നിരുദ്ധകരണാശയ നിവർത്തിതാഖിലാഹാര ആസ്തേ സ്ഥാണുരിവാചല സസ്യാന്തരായോ മയിവാഭൂ സന്യസ്താഖില കർമ്മണ. ധ്വസ്തമായാ ഗുണഃ ഉദർക്കഃ നിരുദ്ധകരണ ആശയഃ നിർവർത്തിത അഖില ആഹാര ആസ്തേ സ്ഥാണുഃ ഇവ അചലഃ തസ്യ അന്തരായഃ മാ ഏവ അഭൂഃ സന്യസ്ത അഖില കർമ്മണ. അതായത് ഭൗതികമായ പ്രകൃതിയുടെ ഗുണങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട പ്രത്യാഘാതങ്ങളിൽ നിന്ന് ഒരിക്കലും ഇപ്പോൾ ധൃതരാഷ്ട്രർക്ക് അതിന്നൊരു ഒരു അറ്റാച്ച്മെൻ്റ് അതിനോട് വരുന്നില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ യോഗ പ്രക്രിയയിൽ ഭൗതികമായ പ്രത്യാഘാതങ്ങളില്ലാത്ത അവസ്ഥയിൽ ധൃതരാഷ്ട്രം എത്തിച്ചേർന്നു എന്നാണ് നാരദ മഹർഷി പറയുന്നത്. ഭൗതിക വിഷയങ്ങളെ അതിനെ ആസ്വദിക്കാനുള്ള ഒരു ഉത്സാഹം കൊണ്ട് നമ്മൾ എല്ലാത്തിനെയും ഇന്ദ്രിയങ്ങൾ ഇതിനൊക്കെ ആകർഷിക്കുന്ന വിധത്തിലാണ് ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളുടെ പ്രഭാവം എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള മിഥ്യമായ സുഖാസ്വാദനത്തിൽ നിന്നും രക്ഷപ്പെടാൻ യോഗത്തിൻ്റെ പ്രത്യേകത എന്താണ്? യോഗമാർഗത്തിൽ കൂടെ ഈ ഭൗതികമായിട്ടുള്ള ഈ സുഖം അനുഭവിക്കാനുള്ള എന്തൊന്നുമില്ലാത്ത ആ ആവേശത്തിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നു എന്നതാണ്. അപ്പോൾ ഓരോ ഇന്ദ്രിയവും അതിനായിട്ട് അതിൻ്റെ ആസ്വാദനത്തിനായിട്ട്. അപ്പോൾ നാവിന് എത്ര ഭക്ഷണം കഴിച്ചാലും പോരാ, ചെവിക്ക് എന്ത് ഭൗതിക കാര്യങ്ങൾ കേട്ടാലും മതിയാവില്ല, എത്ര ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ച് എത്ര പറഞ്ഞാലും പോരാ നാവിന്. എല്ലാ ഇന്ദ്രിയങ്ങളും ഭൗതികതയിൽ ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനെ നിയന്ത്രിക്കുക യോഗ പ്രക്രിയ ഈ ഒരു നിയന്ത്രണത്തിൽ നിന്നും, അതായത് ഈ ഭൗതികമായ നിയന്ത്രണത്തിൽ നിന്നും നമ്മളെ ആത്മീയമായിട്ടുള്ള അവസ്ഥയിലേക്ക് ഉയർത്തുന്നു എന്നതാണ് ആത്മീയമായിട്ടുള്ള ആ യോഗാനുഷ്ഠാനത്തിൻ്റെ പ്രത്യേകത എന്നാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ, ആത്മീയതയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഭക്തിയുത സേവനത്തിന് ഒരു ജീവൻ അർഹനായിട്ട് മാറുന്നു എന്നാണ്. അതായത് പരമപുരുഷനായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള സമ്പർക്കത്തിൽ വരുന്ന അവസ്ഥയ്ക്കാണ് ഭക്തി എന്ന് പറയുന്നത് എന്നാണ്. സവ അദ്യതനാദിരാജൻ പരത പഞ്ചമേഹനി കളയവരംഹാസതി സ്വം തച്ച ഭസ്മീ ഭവിഷ്യതി. സ വ അദ്യതനാദ് രാജൻ പരത പഞ്ചമേ അഹനി കളയവരം ഹാസ്യതി സ്വം തത് ച ഭസ്മീ ഭവിഷ്യതി. നാരദ മഹർഷി പറയുന്നു, ഇന്ന് മുതൽ 5ാമത്തെ ദിവസം എന്നാണ് പറയുന്നത്. ഈ ധൃതരാഷ്ട്രൻ തൻ്റെ ശരീരം ഉപേക്ഷിക്കും. തച്ച ഭസ്മീ ഭവിഷ്യതി. തൻ്റെ യോഗപ്രഭാവം കൊണ്ട് ധൃതരാഷ്ട്രൻ തൻ്റെ ശരീരം ദഹിപ്പിക്കുന്ന പറയണത്. അദ്ദേഹത്തിൻ്റെ ശരീരം ഭസ്മമായിട്ട് മാറും എന്നാണ്. ധൃതരാഷ്ട്രർക്ക് പ്രത്യേക സംസ്കാരകർമ്മം, ഇനിയിപ്പോൾ ധൃതരാഷ്ട്രൻ്റെ ശരീരം ഉപേക്ഷിച്ചു, അവർക്ക് സംസ്കാരകർമ്മം ചെയ്യേണ്ട കാര്യമില്ല, ആ ശരീരം തന്നെ ഭസ്മമായിട്ട് മാറും എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു യോഗിക്ക്
സ്വയം തിരഞ്ഞെടുക്കുന്ന സമയത്ത് ശരീരം ഉപേക്ഷിക്കാനും എത്ര കാലം നിലനിർത്താനുള്ള കഴിവുണ്ട്. അങ്ങനെ ഒരു യോഗമാർഗ്ഗമാണ് ഇപ്പോൾ ധൃതരാഷ്ട്രർ ശീലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ധൃതരാഷ്ട്രർക്കത് സാധിക്കും. അധികം 5-ാമത്തെ ദിവസം ധൃതരാഷ്ട്രർ ശരീരം ഉപേക്ഷിക്കുന്നത് ഭസ്മമായിട്ട് തീരും എന്നാണ്. 58-ാമത്തെ ശ്ലോകം. ദഹ്യമാനയഗ്നിഭിർദേഹേ പത്യുപത്നി സഹോടജേ ബഹിസ്ഥിതാ പതിം സാധി തമഗ്നിമനുവേക്ഷ്യതി. ദഹ്യമാനേ അഗ്നിഭിः ദേഹേ പത്യു പത്നി സഹ ഉടജേ ബഹിസ്ഥിത പതിം സാധി തം അഗ്നിം അനുവേക്ഷ്യതി. അതായത് യോഗശക്തിയാൽ പർണശാല ആ പർണശാലയിലിരിക്കുന്ന ധൃതരാഷ്ട്രൻ്റെ സ്വയം ശരീരം ദഹിപ്പിക്കുന്ന സമയത്ത് ആ പർണശാല മുഴുവൻ കത്തുകയാണ്, ദഹിക്കുകയാണ്. ആ ദഹിക്കുന്ന സമയത്ത് ആ വളരെ ഗാന്ധാരി ധൃതരാഷ്ട്രയുടെ പത്നി ആ അഗ്നിയിലേക്ക് കടന്നു ചെല്ലും. എന്നിട്ടോ രണ്ടുപേരും ഒന്നിച്ച് ഭസ്മമായിട്ട് മാറും. അത്രയും സാധി എന്നാണ് പറയുക. പതിവ്രത സതീധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് എന്നാണ് ഉദ്ദേശിക്കുക. ദൈവ ആദരവോടെയാണ് അഗ്നിയിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ അവർക്ക് പാതിവ്രത്യത്തിൻ്റെ ആ ഒരു ശക്തി അഗ്നിയെപ്പോലും തണുപ്പിക്കുന്ന വിധത്തിലായി തീരുമെന്നാണ് പറയുന്നത്. അവർക്ക് പ്രയാസമില്ല. അഗ്നി സതീധർമ്മം അനുഷ്ഠിക്കാൻ അഗ്നിയിലേക്ക് പ്രവേശിക്കാൻ ബുദ്ധിമുട്ടില്ല. കാരണം അഗ്നിയെപ്പോലും പൊള്ളിപ്പിക്കുന്ന പാതിവ്രത്യനിഷ്ഠ ഗാന്ധാരി ദേവിക്കുണ്ട് എന്നുള്ളത് കൊണ്ട് എന്നാണ്. അപ്പോൾ ഗാന്ധാരിയെയോ ധൃതരാഷ്ട്രയെയോ ഇനി അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല എന്നാണ് നാരദ മഹർഷി ധൃതരാഷ്ട്രനോട് പ്രത്യേകം സൂചിപ്പിക്കുന്നത്. 59. വിദുരസ്തു തദാശ്ചര്യം നിശാമ്യ കുരു നന്ദന ഹർഷശോകയുതസ്തസ്മാൽ ഗന്ധാതീർത്ഥനിഷേവക. വിദുരഃ തു തദ് ആശ്ചര്യം നിശാമ്യ കുരു നന്ദന ഹർഷശോകയുതഃ തസ്മാൽ ഗന്ധാ തീർത്ഥനിഷേവക. വിതുരൻ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ്, വളരെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ്. തൻ്റെ ജ്യേഷ്ഠൻ അവിടെ പർണശാലയിൽ ധ്യാനനിഷ്ഠനായി ഇരിക്കുന്നതും ആ ജ്യേഷ്ഠൻ്റെ ശരീരം കത്തിയുടെ ഭസ്മമാവുന്നതും ഗാന്ധാരി അഗ്നിയിലേക്ക് കടന്നു ചെല്ലണതും എല്ലാം നോക്കി നിൽക്കുകയാണ്. വിതുരന് ഒരേ ഒരു ദുഃഖം മാത്രം, സന്തോഷം തോന്നി, പക്ഷേ ഒരു സന്താപവും തോന്നി. സന്താപം തോന്നാൻ കാരണം എന്താണ്? ശ്രീകൃഷ്ണ ഭഗവാനെ പൂർണ്ണമായും ആശ്രയിച്ച തൻ്റെ ഒരവസ്ഥയിലേക്ക് ആ ജ്യേഷ്ഠനെ എത്തിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ യോഗമാർഗത്തിൽ കൂടെയാണ് ധൃതരാഷ്ട്രർക്ക് ഭഗവാന്റെ ലോകത്തിലേക്ക് എത്താൻ സാധിച്ചത്. അപ്പോൾ ബ്രഹ്മജ്യോതിയിലേക്ക് ലയിക്കുക എന്നുള്ളൊരവസ്ഥ അതാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ യോഗമാർഗത്തിൽ കൂടെ എത്തിച്ചേർന്നു ധൃതരാഷ്ട്രർ. എന്നാൽ അത് ഭക്തിയുടെ പരമദിവ്യോത്തമ പുരുഷൻ്റെ ഉള്ള ഭക്തിയോടുകൂടെ ആ ഭക്തനാക്കാൻ സാധിച്ചില്ല എന്നുള്ള ചെറിയൊരു ദുഃഖം ആണ് ധൃതരാഷ്ട്ര വിതുരന് തോന്നിയത് എന്നാണ്. അപ്പോൾ ഇനി ഈ ദുഃഖം ഇല്ലാതാവണമെങ്കിൽ എന്ത് വേണം? വീണ്ടും തീർത്ഥാടനം ചെയ്യണം എന്നാണ് പറയുന്നത്. ഇത്യുക്വാധാരുഹൽ സ്വർഗം നാരദ സഹ തുംബുരു യുധിഷ്ഠിരോ വജസ്ത ഹൃതി കൃത്വാജഹാക്ഷുജാം. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ധൃതരാഷ്ട്രർക്ക് സാധിക്കാതിരുന്നത്? ഭഗവാന്റെ കൃപ ധൃതരാഷ്ട്രർക്ക് ഉണ്ടായിരുന്നില്ല, കൃപ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് സാധിക്കാതിരുന്നത് എന്നാണ്. വിതുരന് അങ്ങനെയും കൂടി ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അത് സാധിച്ചില്ല. തൻ്റെ ജ്യേഷ്ഠൻ്റെ ഉന്നതമായിട്ടുള്ള ലോകത്തുള്ള യാത്ര അതിന് സാക്ഷ്യം വഹിക്കാൻ സാധിച്ചെങ്കിലും ഉദ്ദേശിച്ച പോലെ ഭക്തനാക്കാൻ സാധിച്ചില്ല. ചെറിയൊരു ദുഃഖം കൂടി തോന്നി എന്നാണ്. അപ്പം അങ്ങനെ ഒരു കൃപ എങ്ങനെയാണ് നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് വർത്തമാനകാല ജീവിതത്തിൽ ഭഗവാന്റെ കൃപ എത്രത്തോളമുണ്ട് എന്നതിനെ ആശ്രയിച്ചിട്ടാണ് ആ സജ്ജനങ്ങൾ നമ്മൾക്ക് തരുന്ന ആ കൃപയുടെ ഒരു അവസ്ഥ നമ്മൾ അതിൽ ആശ്രയിച്ചിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നു. ഇത്യുക്താധാരുഹൽ സ്വർഗം നാരദ സഹ തുംബുരു യുധിഷ്ഠിരോ വജസ്തസ്യ ഹൃദി കൃത്വാ ജഹാക്ഷുജാം.
ഇതി ഉക്ത്വാ അഥ ആരുഹൽ സ്വർഗം നാരദഃ സഹ തുമ്പുരു. യുധിഷ്ഠിരഃ വചഃ തസ്യ ഹൃദി കൃത്വാ അജഹാൽ ശുചഃ. ഇങ്ങനെ നാരദ മഹർഷി യുധിഷ്ഠിര മഹാരാജാവിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധിപ്പിച്ച് നാരദ മഹർഷി സ്വർഗലോകത്തെ ഉപരിലോകങ്ങളിലേക്ക് പോയി. യുധിഷ്ഠിര മഹാരാജാവിന് അല്പം ഒരു സമാധാനം, നാരദ മഹർഷിയുടെ വാക്കുകൾ കേട്ട് ആ ദുഃഖത്തിനെ ഇല്ലാതെയാക്കാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ യുധിഷ്ഠിരൻ ധർമ്മനിഷ്ഠനായിട്ടുള്ള രാജാവായതുകൊണ്ട് അദ്ദേഹത്തിന് നാരദ മഹർഷിയെ ദർശിക്കാൻ സാധിച്ചു, നേരിട്ട് ദർശിക്കാൻ സാധിച്ചു, ഉപദേശങ്ങൾ സ്വീകരിക്കാൻ സാധിച്ചു. അപ്പോൾ നാരദ മഹർഷിയുടെ നമ്മളെപ്പോലുള്ളവർക്ക് നാരദ മഹർഷിയെ കാണാൻ സാധിക്കുമോ? ഇല്ല. അപ്പോൾ നമ്മൾ വാസ്തവത്തിൽ എന്താ വേണ്ടത്? നാരദ മഹർഷിക്ക് എങ്ങും സഞ്ചരിക്കാനുള്ള കഴിവുണ്ട്. നമ്മളുടെ ഇന്നത്തെ ആ കാലത്ത് നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഭഗവാന്റെ ഭക്തന്മാരായിട്ടുള്ളവരുടെ സംഘം, അവർ പറയുന്ന വൈഷ്ണവരായിട്ടുള്ള ഭക്തന്മാരുടെ സംഘം, അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക, അനുസരിക്കുക. അതിൽ കൂടെ നമ്മൾക്ക് വരുന്ന പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടാനായിട്ട് സാധിക്കും എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ അധ്യായം ഇവിടെ സമാപിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഇത്രയും നമ്മൾക്കിവിടെ പറയാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനും സാധിച്ചത്. ഇന്ന് നമ്മൾ സമർപ്പിക്കുന്നു. നമോ ബ്രഹ്മണ്യദേവായ ഗോബ്രാഹ്മണഹിതായ ച ജഗദ്ഹിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ.